എന്തുകൊണ്ടായിരിക്കാം 20-25 വയസ്സ് കഴിയുന്ന പെൺകുട്ടികളിൽ പൊതുവെ ചെറുപ്പത്തിൽ വളരെ ലീനും ഹെൽത്തിയുമായിരുന്നു, പക്ഷേ വളരെ പെട്ടെന്ന് തടി വെക്കുന്നു? നമുക്കറിയാവുന്ന അത്യാവശ്യം ഹോം റെമഡീസും കോമൺ ആയിട്ടുള്ള സൊല്യൂഷൻസും നോക്കിയിട്ടും ഒരു കുറവും കാണുന്നില്ല. ഇതുണ്ടാക്കുന്ന ഫ്രസ്ട്രേഷൻ വളരെ വലുതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ടുപേർക്കും തൈറോയിഡ് എന്ന് പറഞ്ഞ ഗ്രന്ഥി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തൈറോയിഡ് ഡിസ്ഫങ്ഷൻ, പ്രത്യേകിച്ചും ഹൈപ്പോതൈറോയിഡിസം കൂടുതൽ എന്തുകൊണ്ട് സ്ത്രീകൾക്കുണ്ടാകുന്നു? സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ഒരു ടെർബുലൻ്റ് ആയിട്ടുള്ളൊരു ഫേസ് കൂടുതലും ഉണ്ടാകുന്നത് കല്യാണത്തിനും അല്ലെങ്കിൽ പ്രസവത്തിനും ശേഷമാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഹാർമണിയിലെ തന്നെ ന്യൂട്രീഷനിസ്റ്റും കോച്ചുമായിട്ടുള്ള മന്യയാണ്. നമ്മൾ ഈ വിഷയങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങളും അതിന് പറ്റുന്ന ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള സൊല്യൂഷൻസുമാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. സോ മന്യ, വെൽക്കം ടു ദി പോഡ്കാസ്റ്റ്. ഡോക്ടർ, നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പല സ്ത്രീകളുടെയും റെക്കോർഡ്സ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിലെ ഏറ്റവും കൂടുതൽ ആരോഗ്യം ഉള്ള സമയം എപ്പോഴാണെന്ന് അവരുടെ അടുത്ത് ചോദിച്ചാൽ പല സ്ത്രീകളും ഉത്തരം പറയുന്നത് ഒന്നുകിൽ ബിഫോർ മാരേജ് അല്ലെങ്കിൽ ബിഫോർ പ്രഗ്നൻസി. ഇങ്ങനെ ഉണ്ടാകുമോ ഡോക്ടർ? ഉണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ടാണത്? വിവാഹം എന്ന് പറയുന്നത് സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിലും പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിലും ലൈഫിലൊരു പ്രധാനപ്പെട്ട ഇവൻ്റാണ്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് ആ ഇവനോടൊപ്പം വരുന്ന മറ്റു ചില ചേഞ്ചസ് ഉണ്ട്. സ്വന്തം വീട്ടിൽ സ്വന്തം മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരെയും കൂടെ താമസിക്കുന്ന സ്ത്രീ മിക്കവാറും സന്ദർഭങ്ങളിൽ വിവാഹശേഷം ഒരു പുതിയ എക്കോസിസ്റ്റത്തിലോട്ടാണ് മാറുന്നത്. അപ്പോൾ അവിടുത്തെ പ്രയോറിറ്റീസ് മൊത്തം ചേഞ്ച് ചെയ്യുന്നു. അവിടുത്തെ ഭക്ഷണ രീതി വേറെയാണ്. മേ ബി അവിടെ ഭർത്താവിൻ്റെ ബന്ധുക്കളുണ്ടാവും, പേരൻസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ അവിടെയും കിച്ചൺ സംബന്ധമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ടാവും. പലപ്പോഴും സംഭവിക്കുന്നത് സ്ത്രീകൾ അതുവരെ ഉണ്ടായിരുന്ന സെൽഫ് കെയറിന്, സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് സംരക്ഷിക്കാനുണ്ടായിരുന്ന പ്രാധാന്യവും അതിനുവേണ്ടി കൊടുക്കുന്ന സമയവും അതിനിടുന്ന എഫേർട്ടിലും ഒരുപക്ഷെ വലിയൊരു മാറ്റം സംഭവിക്കുന്നത് വിവാഹത്തിന് ശേഷമാണ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിടത്തോളം പല സ്ത്രീകളുടെയും ജീവിതത്തിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ തക്കവണ്ണം അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പല സങ്കീർണമായ വിഷയങ്ങൾ ഇതിൻ്റെ കൂടെ വരാം. ആ ഒരു മാറ്റമായിരിക്കാം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സ്ത്രീകളുടെ ആരോഗ്യത്തിൽ വിവാഹശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഹെൽത്തിലുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ടു ദ വേഴ്സ് സൈഡ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഒന്ന് എന്നെനിക്ക് തോന്നുന്നു. ഇനി പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ മന്യയ്ക്കറിയാം, ഒരുപക്ഷെ ഒരു 40-50 വർഷം മുമ്പ് പോലെയുള്ള അല്ല ഇന്നത്തെ പ്രഗ്നൻസി. ഇന്നത്തെ പ്രഗ്നൻസി കൂടുതലും 1-2 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അത് കൂടുതലും പ്രഷ്യസ് ആയിട്ടുള്ള പ്രഗ്നൻസി ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഒരു ഓവർ നെറിഷ്മെൻറ്റിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ്. അതായത് കൂടുതൽ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ള ചിന്താഗതിയിൽ ഇന്ന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. സയൻസിലും ന്യൂട്രീഷനിലും ഒക്കെ ഇത്രമാത്രം പുരോഗതി ഉണ്ടെങ്കിലും മകളോ അല്ലെങ്കിൽ മരുമകളോ ഗർഭിണിയായാൽ പരമാവധി ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്നതാണ് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് കരുതി ഒരുപക്ഷെ ആ സ്ത്രീകളിൽ ഒരുപക്ഷെ ഓവർ ഫീഡിങ്ങിന് വിധേയമാവും. അതും ശ്രദ്ധിക്കണം. പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ ഒരുപക്ഷെ കുറച്ച് നോസിയയും മോർണിംഗ് സിക്നസ്സും ഉള്ള കാലാവസ്ഥയും അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഓവർ ഫീഡിങ് കൂടെ ചിലപ്പോൾ ഒരുപക്ഷെ ലാസ്റ്റ് 2 ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി ഉണ്ടാവാം. അപ്പോൾ ഉണ്ടാകുന്നത് വളരെ ഹൈ കാലറി ഭക്ഷണം കഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചലഞ്ചാണ്. ഒരുപക്ഷെ സ്ത്രീ വേണ്ട എന്ന് വിചാരിച്ചാൽ പോലും തടയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സോഷ്യൽ പ്രഷർ ഈ സമയത്ത് പ്രഗ്നൻസിയുടെ സമയത്ത് സ്ത്രീകൾക്കുണ്ടാവും. ഇത് ആരോഗ്യത്തെ വളരെയധികം ബാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എനിക്ക് തോന്നുന്നു ഇന്ന് പ്രഗ്നൻസിയുടെ സമയത്തുണ്ടാകുന്ന വളരെ ഹൈ ഇൻസിഡൻസ് ഓഫ് മറ്റ് മെറ്റബോൾ ഡിസോർഡേഴ്സാണ്. പല സ്ത്രീകൾക്കും അവർക്കറിയില്ല ഗർഭധാരണ സമയത്ത് ഒരുപക്ഷെ ഇന്ന് റുട്ടീനായിട്ടുള്ള ചെക്കപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാവും. പലപ്പോഴും ജെസ്റ്റേഷണൽ ഡയബറ്റീസിലും ഇൻസുലിൻ റെസിസ്റ്റൻസിലും ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആയിരിക്കാം ഗൈനക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ആ പ്രഗ്നൻസി പീരീഡിൽ ഒരുപക്ഷെ അവരുടെ മെറ്റബോളിസവും ബ്ലഡ് ഷുഗർ മെറ്റബോളിസത്തിനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ പ്രഗ്നൻസിക്ക് ശേഷം അതിൽ വേണ്ടത്ര ഫോളോ അപ്പ് ഉണ്ടാവില്ല. പലപ്പോഴും സ്ത്രീകൾക്കറിയില്ല പ്രഗ്നൻസിക്ക് ശേഷം അവർ ഗ്രാജുവലി പ്രീ ഡയബറ്റീസും ആവുന്നുണ്ടാവും. ആൻഡ് ഇറ്റ് ഗോസ് അൺനോട്ടീസ്ഡ് ഈവൻ ഫോർ ഇയേഴ്സ്. ഇത് പലപ്പോഴും സ്ത്രീകളുടെ ആരോഗ്യത്തിൽ വളരെയധികം പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. സോ ജെസ്റ്റേഷണൽ ഡയബറ്റീസോ അല്ലെങ്കിൽ ജെസ്റ്റേഷണൽ ഇൻസുലിൻ റെസിസ്റ്റൻസോ വളരെ ഭാവിയിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് പ്രഗ്നൻസി. അതുപോലെ മറ്റൊന്ന് പ്രഗ്നൻസി ഹൈപ്പർ ടെൻഷനാണ്. പക്ഷേ അത് വളരെ നന്നായിട്ട് മെഡിക്കലി ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാവാം. മറ്റൊന്ന് എനിക്ക് തോന്നുന്നത് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഹൈപ്പോതൈറോയിഡിസമാണ്. ഹൈപ്പോതൈറോയിഡിസം പല ഫാക്ടേഴ്സ് കൊണ്ട് അഫക്റ്റഡ് ആണ്, പക്ഷേ പ്രഗ്നൻസിയിലുണ്ടാവും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും പ്രഗ്നൻസിക്ക് ശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ഓട്ടോമിൻ ഡിസോർഡേഴ്സാണ്. കാരണം
പ്രഗ്നൻസി എന്ന് പറയുന്ന സമയത്ത് പ്രകൃതിയാൽ തന്നെ സ്ത്രീയുടെ ശരീരത്തിൽ ഒരു ഇമ്മ്യൂൺ സപ്രഷൻ ഉണ്ടാവും. കാരണം ഗർഭധാരണം, കുട്ടി ഒരു എക്സ്റ്റേണൽ ഓബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ച് സപ്രസ്ഡ് ആയിരിക്കും. ഡെലിവറിക്ക് ശേഷം ആ സപ്രസ്ഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം റിലീസ് ആവുന്നതോടെ തന്നെ ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിലൊന്നാണ് ഹാഷിമോട്ടോസ് ഹൈപ്പോതൈറോയിഡിസം. അതുപോലെ സ്ത്രീകൾക്ക് പ്രഗ്നൻസി ശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ള അനീമിയ. ഇതെല്ലാം ഒരുപക്ഷെ സ്ത്രീകളുടെ ആരോഗ്യത്തിൽ വളരെ വ്യക്തമായിട്ട് എടുത്തു പറയാവുന്ന മെഡിക്കൽ റീസൺസ് ആണ് അവരുടെ ഹെൽത്ത് ഡിറ്റീരിയറേഷൻ ഉണ്ടാകാനായിട്ട്. അതുപോലെ ഈ പ്രഗ്നൻസിയുടെ സമയത്തും അതുപോലെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫാമിലിയായിട്ട് താമസിക്കുമ്പോൾ ഇന്ന് പലപ്പോഴും ഒരു ജോയിൻറ്റ് ഫാമിലിയൊക്കെ അല്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും അവരുടേതായിട്ടുള്ള ജെന്യുവനായിട്ടുള്ള പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ചില കൺസേണുകൾ, ഇമോഷണൽ ഇഷ്യൂസൊക്കെ അതിനെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. മേ ബി അത് സംസാരിക്കാനോ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കാൻ പോലും പലപ്പോഴും സ്ത്രീകൾ മടിക്കാറുണ്ട്. അതുകൊണ്ട് പലപ്പോഴും സ്ത്രീകൾ പ്രഗ്നൻസിക്ക് ശേഷവും ഡെലിവറിക്ക് ശേഷവും ചൈൽഡ് കെയറിന് ശേഷവും അവരുടെ ഇമോഷണൽ ഹെൽത്തിലും ഒരു ഡൗൺഫോൾ ഉണ്ടാകാറുണ്ട്. ഇനി അതുപോലെ മറ്റൊന്നാണ് സ്ലീപ്പ് റിലേറ്റഡ് ഇഷ്യൂസ്. പ്രഗ്നൻസിയിലുണ്ടാകുന്ന സ്ലീപ്പ് ഡിസോർഡേഴ്സിൻ്റെ ഒരു സാധ്യത ഒന്ന്. പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ ഫീഡ് ചെയ്യുന്ന കുട്ടിയുണ്ടാവും. അപ്പോൾ കുട്ടിയെ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി നാച്ചുറലായിട്ടുള്ളൊരു ഓവർ അലർട്ട്നെസ് പ്രകൃതി സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞൊരു ചെറിയ ശബ്ദം ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കുഞ്ഞിൻ്റെ കെയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്ത്രീ എപ്പോഴും വളരെയധികം അലർട്ടായിരിക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ആ കാലഘട്ടം ആ സമയത്തൊരു സ്ലീപ്പ് ജനറലി ഒരു ഷാലോ സ്ലീപ്പിലോട്ടോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബ്ഡ് സ്ലീപ്പിലോട്ടോ പോകും. പക്ഷേ അതിനുശേഷവും നമ്മൾ കണ്ടിട്ടുള്ള പല സ്ത്രീകളുടെയും സ്ലീപ്പ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പലപ്പോഴും ഒരു ക്വാളിറ്റി സ്ലീപ്പ് അവരുടെ ലൈഫിൽ നിന്ന് തന്നെ മാറിപ്പോകും. പല സ്ത്രീകളും നമ്മളോട് പറയാറുണ്ട്. അതെ, എൻ്റെ ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്യാം. എൻ്റെ സിസ്റ്ററും ഈ ഒരു പീരീഡിലൂടെ കടന്നുപോയതാണ്. അപ്പം ഞാൻ ഇപ്പോഴും എൻ്റെ സിസ്റ്ററിനെ നോക്കുന്ന സമയത്ത് ആ ഒരു സ്ലീപ്പ് ഇതുവരെ തിരിച്ചു പിടിക്കാൻ എൻ്റെ സിസ്റ്ററിന് സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ അവിടുന്ന് ഉണ്ടായ ആ ഫ്ലോ കട്ടായിപ്പോയി, അല്ലെങ്കിൽ ആ സ്ലീപ്പ് ഹാബിറ്റ്സിൽ അല്ലെങ്കിൽ ആ സ്ലീപ്പ് റുട്ടീൻ അല്ലെങ്കിൽ ആ ബ്രെയിനിൻ്റെ ക്ലോക്കിനെ നമുക്ക് തിരിച്ച് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ പ്രസവത്തിന് ശേഷം അവരുടെ ഉറക്കം വളരെ വ്യത്യസ്തമായ ലെവലിലോട്ട് മാറേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പ്രഗ്നൻസിയിൽ ആവശ്യമായിട്ടുള്ള വ്യായാമം ഇല്ലാത്തത് ഒരു കാരണമാണ്. മുമ്പ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രസവിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് വരെയും വളരെ ഫിസിക്കലി ആക്റ്റീവ് ആയിരുന്നു. അത് ശരിയോ തെറ്റോ അല്ലെങ്കിൽ അത് ഇനി തുടരണോ വേണ്ടെന്നുള്ള രണ്ടാമത്തെ വിഷയം. പക്ഷേ ജനറലി നോക്കിയാൽ ഇന്നത്തെ പ്രഗ്നൻ്റ് ആയിട്ട് സ്ത്രീകളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഡിസൈൻഡ് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനത്തെ ഒരു തൊഴിൽ രീതിയിലല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രഗ്നൻസിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നു. ഡെലിവറിക്ക് ശേഷം ഇത് ബാധകമാണ്. കാരണം ഡെലിവറിക്ക് ശേഷം ആ ഫ്ലോയിലോട്ട് തിരിച്ചു കയറാൻ പാടാണ്. പലപ്പോഴും പിന്നെ ഒരു ഗൈനക്കിൻ്റെ കൺസൾട്ടേഷൻ എടുത്തിട്ട് മേ ബി സിസേറിയൻ ആണെങ്കിൽ പോലും മേ ബി 2 to 3 വീക്സിനുള്ളിൽ തന്നെ 2 to 3 മന്ത്സിനുള്ളിൽ തന്നെ ചിലപ്പോൾ അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി തുടങ്ങാൻ പറ്റും. ഒരു നോർമൽ ഡെലിവറി ആണെങ്കിൽ ഡെഫിനറ്റ്ലി വിത്തിൻ 1 month അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി തുടങ്ങാൻ പറ്റും. പക്ഷേ പലപ്പോഴും കുഞ്ഞിനെ നോക്കുന്നു, അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി റെസ്ട്രിക്റ്റഡ് ആവും. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം നമ്മളുടെ റെക്കോർഡുകളിലൊക്കെ തന്നെ സ്ത്രീകളുടെ ആരോഗ്യം ഏറ്റവും മികച്ച കാലഘട്ടം എപ്പോഴാണെന്ന് ചോദിച്ചാൽ പ്രസവത്തിന് മുമ്പ് അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പും. വിവാഹത്തിന് ശേഷം അവർക്ക് അവരുടെ ഞാൻ എന്ത് സുന്ദരിയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്ത് ആരോഗ്യവതിയായിരുന്നു, ഞാൻ എത്ര നല്ല സന്തോഷവതിയായിരുന്നു എന്ന് പലപ്പോഴും പല സ്ത്രീകൾക്ക് ഒരു നെടുവീർപ്പോടുകൂടി ഓർക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തെ പരിഹരിക്കാൻ പറ്റുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തെ കാണുന്ന രീതി ഒന്ന് മാറ്റുക എന്നുള്ളതാണ്. സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഒരുപക്ഷെ കുഞ്ഞുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു സെൽഫ് കെയർ ഈസ് ദ ബെസ്റ്റ് ബേബി കെയർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡെഫിനറ്റ്ലി സ്ത്രീയുടെ പാർട്ട്ണർക്ക് എടുക്കാവുന്ന റോളാണ്. പാർട്ട്ണർക്ക് കുറച്ചുകൂടെ പ്രൊആക്റ്റീവായിട്ട്, കുറച്ചുകൂടെ സപ്പോർട്ടീവായിട്ട്, കുറച്ചുകൂടെ ഷെയർഡ് ആയിട്ടുള്ള റോൾസ് ഇന്ന് എടുക്കാൻ സാധിക്കും. ഇന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയി കഴിഞ്ഞു സമൂഹം. പക്ഷേ പ്രഗ്നൻസിയുടെ സമയത്ത് സ്ത്രീകൾക്ക് അത്തരത്തിലൊരു എക്സ്ട്രാ കെയർ ആവശ്യമാണ്. മേ ബി കിച്ചണിലായിരിക്കാം, ഹൗസ് കീപ്പിങ്ങിലായിരിക്കാം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ പാർട്ട്ണർക്ക് കുറച്ചുകൂടെ പ്രൊആക്റ്റീവായിട്ട് റോൾ എടുക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പുരുഷന് സാധിക്കും. കാരണം പുരുഷൻ തിരിച്ചറിയേണ്ടതുണ്ട്, എൻ്റെ പാർട്ട്ണറുടെ ആരോഗ്യം മോശമാകാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് ഇതെന്ന് മനസ്സിലാക്കിയിട്ട് പുരുഷന് ഒരുപക്ഷെ റോൾ എടുക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എനിക്ക് തോന്നുന്നു ന്യൂട്രീഷനിൽ കൊടുക്കേണ്ട ഒരു പ്രിസിഷനായിട്ടുള്ള റോളാണ്. ഇപ്പോൾ അവിടെ ചിലവർക്ക് ഡൗട്ടുള്ള ഏരിയാസ് ഏതൊക്കെ സപ്ലിമെൻറ്റ്സ് എടുക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് ഞാൻ കൂടുതലായിട്ട് ആ ടൈമിൽ കഴിക്കേണ്ടത് എന്നുള്ള കുറേ ഡൗട്ട്സ്. ഇപ്പോൾ ജനറലി മന്യ പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ ഏറ്റവും കൂടുതൽ ന്യൂട്രീഷണൽ ടോക്സിസിറ്റി വരാൻ സാധ്യതയുള്ള ഒരു ന്യൂട്രിയൻ ഉണ്ട്.
അത് കാർബോഹൈഡ്രേറ്റാണ്. കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണ്, പക്ഷേ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള അൺറിഫൈൻഡ് ആയിട്ടുള്ള തവിടുകളായ തരിയും അതുപോലെ നല്ല ട്യൂബേഴ്സും അല്ലേ, ബനാനയും അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടാറ്റോയും പോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ്, വെജിറ്റബിൾസ്, ലീവ്സ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ എക്സസ് ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് വല്ലാതെ സ്ത്രീകളുടെ ആരോഗ്യത്തെ മോശമാക്കും. അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ലിമിറ്റഡ് ആയിട്ടുള്ള റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, അതോടൊപ്പം തന്നെ നല്ല അളവിൽ പ്രോട്ടീൻ കഴിക്കുക. എസ്പെഷ്യലി ഇപ്പോൾ അനിമൽ പ്രോട്ടീൻസൊക്കെ കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ നല്ലതാണ്. കാരണം സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ ഒരു ഡബിൾ സപ്പോർട്ട് കൊടുക്കേണ്ട സമയമാണ്. കാരണം ഒരു ബേബി ഈസ് ദെയർ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ആയിട്ടുള്ള പ്രോട്ടീൻ, അതോടൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ മന്യ പറഞ്ഞ പോലെ ഒരു ഗൈനക്കിൻ്റെയും കൂടെ അഡ്വൈസ് എടുത്തിട്ടുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ്. അത് പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആവാം, മേ ബി കാൽഷ്യം ആവാം, മെഗ്നീഷ്യം ആവാം, വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ആവാം, ഒമേഗ 3 ആവാം. ഡെഫിനറ്റ്ലി ആരോഗ്യത്തിന് വേണ്ടി ഒരു എക്സ്ട്രാ കെയർ അവിടെ കൊടുക്കേണ്ടത് ആവശ്യമാണ്. മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് ഇവിടെ എല്ലാവരും പേടിച്ചിട്ടാണ് ചെയ്യാതിരിക്കുന്നത്. അപ്പം ഡെലിവറി കഴിഞ്ഞാലും സി സെക്ഷൻ കഴിഞ്ഞാലും അവിടെ ആ ഒരു സിസേറിയൻ ആണ് എന്നുള്ളൊരു ഭയം ഉള്ളിലുള്ളത് കൊണ്ടാണ് പലരും എക്സസൈസ് ചെയ്യാൻ മടിക്കുന്നത്. അപ്പോൾ അങ്ങനെ മടിക്കേണ്ടതായിട്ടുണ്ടോ? ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ഏരിയയിൽ നിന്ന് വളരെയധികം ഒരു പുതിയൊരു പ്രൊഫഷണൽ മേഖല തന്നെ ഇന്ന് ഉയർന്നു വരുന്നുണ്ട്. ഈ പോസ്റ്റ് നേറ്റൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് പ്രൊഫഷൻസ് തന്നെയുണ്ട്. സോ ഇൻട്രസ്റ്റിംഗ്ലി അവിടെയും നമുക്ക് അത്തരത്തിലോട്ട് നമുക്കൊരു സപ്പോർട്ട് എടുക്കാൻ സാധിക്കും. കാരണം ഫിസിക്കൽ ആക്ടിവിറ്റി എത്ര പെട്ടെന്ന് റെസ്യൂം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കേണ്ട. ഈ ഒരു ആസ്പെക്റ്റിലാണ് ഹാർമണിയിലെ എല്ലാ പ്രൊഫഷണൽസിൻ്റെ സപ്പോർട്ടോടെ ചേർന്നിട്ട് അതൊരു ഗൈനക്കോളജിസ്റ്റ്, അതുപോലെ ഒരു ഫിസിഷ്യൻ, ന്യൂട്രീഷനിസ്റ്റ്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ്, ഫിറ്റ്നസ് ട്രെയിനേഴ്സ്, ഈവൻ സൈക്കോളജിസ്റ്റ് എല്ലാം കൂടി ചേർന്നിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ അതുപോലെ തന്നെ കൺസീവ് ചെയ്യാനും പ്രഗ്നൻ്റ് ആവാനും അതിനുശേഷം പോസ്റ്റ് പ്രഗ്നൻസിക്ക് വേണ്ട കെയർ എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രോഗ്രാമാണല്ലോ കൺസീവ് എന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു കാലഘട്ടം വരെ സ്ത്രീകൾ ഗർഭിണിയാവുന്ന സമയത്തും ഗർഭാനന്തരവും സ്ത്രീകൾക്ക് വേണ്ട സ്പെഷ്യൽ കെയറിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇന്നൊരു പക്ഷേ ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് പുരോഗതികൾ കൈവരിച്ചെങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു പേഴ്സണൽ സപ്പോർട്ട് സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ള. കുറേ പേരുണ്ട്, പക്ഷേ ആരുമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഗൈഡൻസുകൾ, സയൻറ്റിഫിക് ഗൈഡൻസുകൾ, സപ്പോർട്ടുകൾ, അക്കൗണ്ടബിലിറ്റി, ഒരു മോട്ടിവേഷൻ, അതുപോലെ തന്നെ കുറച്ചൊരു സ്റ്റെപ്പ് മുന്നോട്ട് വന്ന് പല കാര്യങ്ങളും ചെയ്യിക്കാനായിട്ട് ഒരു കോച്ച് ഉണ്ടാവുന്നത് നല്ലതാണ്. ഒരു അക്കൗണ്ടബിലിറ്റി നിലനിർത്തി കൊണ്ടുപോകാനും പറ്റുന്ന ഒരു ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ ഒരു കോച്ച് ഉണ്ടാവുന്നത് ഡെഫിനറ്റ്ലി ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രഗ്നൻസിക്ക് അതുപോലെ തന്നെ ആവശ്യമാണ്. സോ യു നീഡ് എ ഗൈനക് ആൻഡ് യു നീഡ് എ കോച്ച് എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള, ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച്.